വെറുതെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോ തോന്നലുകളൊക്കെ വരും. സോ അങ്ങനെ ഒരു തോന്നലിൻ്റെ പുറത്താണ് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്തിറങ്ങിയേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മുടിയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. സാധാരണ ഞാൻ പോയി ഹെയർ കട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വെട്ടി വെട്ടി തലയിൽ ഇപ്പോൾ മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾ വന്നേക്കുന്ന ഹെയർ കട്ടിനല്ല. സമയം രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി പോകാറുള്ള എല്ലാ പാർലറുകളും അടച്ചു. അതും പോരാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും സ്ലോട്ടും ഉണ്ടായിരുന്നില്ല. സോ വളരെ റാൻഡമായി ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചൊരു പാർലറാണിത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്താവും എന്ന് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. അവരാദ്യം തന്നെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്തു. സോ നമ്മൾ വന്ന എന്തിനാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്രാവശ്യം നമ്മൾ പരീക്ഷിക്കുന്നത് ഹെയർ കളറാണ്. ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ബ്രൗൺ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഹെയർ കളർ ചെയ്യാൻ വന്ന പുള്ളി എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുറച്ചും കൂടി ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഇപ്രാവശ്യം ഞാൻ പരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കളർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കണതുകൊണ്ട് തന്നെ ഇവന് നന്നായി ബോറടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി അവിടുത്തെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ വൈബടിച്ചിരുന്നു. ഫുഡ് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ഇവനെ ഞാനിവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത്. സോ നമ്മുടെ ഹെയർ കളറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാ വട്ടവും ഹെയർ സെറ്റ് ചെയ്യണേന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഹെയർ സെറ്റ് ചെയ്തേക്കണേ. സത്യം പറഞ്ഞാൽ ഹെയർ കളർ ചെയ്തേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഹെയർ സെറ്റ് ചെയ്തതാണ്. കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ ഹെയറിന് അത്യാവശ്യം നല്ല രീതിക്ക് കാണുകയും ചെയ്യായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.